തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയമായി അനുകൂലമായൊരു തറ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം വലിയ തോതിൽ CPM നടത്തിയിരുന്നു. അതൊരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു. നോക്കൂ, SNDP ആയാലും NSS ആയാലും ഒക്കെ ഒപ്പം നിർത്തി അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടി അയ്യപ്പ സംഘം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഞങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടി സർക്കാരാണിത്, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടി പാർട്ടിയാണിത് എന്ന് അവരെ കൂടി പറഞ്ഞു ബോധ്യപ്പെടുത്തി NSSൻ്റെ ആയാലും പിന്നീട് SNDPയുടെ നേതാവിൻ്റെയൊക്കെ ആയാലും ഒക്കെ അവരുടെയൊക്കെ മുക്തകണ്ഠം പ്രശംസകളൊക്കെ നേടി അതിങ്ങനെ അവരിങ്ങനെ സ്വാഭാവികമായും സർക്കാരിനെയും പാർട്ടിയും ഒക്കെ പുകഴ്ത്തി അങ്ങനെ ഒരു ഭൂരിപക്ഷ സമുദായത്തിനാണ്. NSSുമായിട്ടൊക്കെ അത്ര അടുപ്പമുള്ള ആൾ കൂടിയാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത്. അത് എത്ര വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ളതാണ്. അതായത് ഈ ഭൂരിപക്ഷത്തിനെ അടുപ്പിക്കുന്നതിനൊപ്പം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ കണ്ടിരുന്നത് കൊണ്ടാണോ ആ രീതിയിൽ നീക്കം നടത്തിയത് എന്നൊരു സംശയം കൂടി വരുന്നില്ലേ അവിടെ? തീർച്ചയായും. ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനുള്ളത് ഈ അറസ്റ്റിൽ NSSന്റെയും SNDPയുടെയും നിലപാടെന്താണെന്നാണ്. സ്വാഭാവികമായും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ NSSന് പറയാനുള്ളത്, SNDPക്ക് പറയാനുള്ളത്? അവർ പത്മകുമാറിനെ മാത്രമായിട്ട് തള്ളുമോ, അതോ ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഈ പാർട്ടിയെ കൂടി തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനുണ്ടായിരുന്ന ശ്രമങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി സ്വാഭാവികമായും ഈ വിഷയത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം അത് നാളെ അവസാനിക്കുകയാണ്. അത് നാളെ അവസാനിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് നാട്. കേരളം വലിയ തോതിൽ ഒരു തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു മുതിർന്ന നേതാവ് മറ്റേതെങ്കിലും ഒരു അഴിമതി കേസിലല്ല അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു വൈകാരികമായ വിഷയം കൂടിയാണിത്. അത് ശബരിമലയിൽ അതാണ് ഞാൻ ചോദിച്ചത്. പ്രതിപക്ഷം അത് എങ്ങനെയായിരിക്കും ഉയർത്തുക എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ട് ഉയർത്താനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ട്. അതിനപ്പുറത്തേക്ക് വൈകാരികത കൂടി, അതൊരു പക്ഷേ കോൺഗ്രസ് ആയിരിക്കുമോ BJP ആയിരിക്കുമോ ആ രീതിയിൽ അതിനെ ഉയർത്തി കാണിച്ച് പ്രതിഷേധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും രണ്ട് പാർട്ടികളുടെ ഭാഗത്തു നിന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാകും. കാരണം ഇത് ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് ഇത് ഏറ്റവും വലിയ പ്രതിസന്ധിയാവുന്നത് CPMന്റെ അണികൾക്കിടയിൽ തന്നെയാണ്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത് ശബരിമല എന്ന ഒരു വാക്കുണ്ട്. അതായത് ശബരിമലയിൽ ഒരു കൗണ്ടർ വെച്ചാൽ, അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ രാഷ്ട്രീയം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ അതിൽ 90% ആളുകളും CPM പ്രവർത്തകരായിരിക്കുമെന്ന് മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അതായത് ഈ സ്വാഭാവികമായും ഈ ഭക്തരായ CPMന്റെ ആളുകളുണ്ട്, വിശ്വാസികളായ CPMന്റെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. മറുപടി പറയും എന്നുള്ളതാണ്. ആ രീതിയിലാണ് പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നത്. ആ മറുപടിയാണ് അണികൾ ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ഞാൻ വരാം, സുനിലേക്ക് വരാം.